കണ്ണൂർ പറശ്ശിനി കോൾമൊട്ടയിൽ യുവതികളടക്കം 4 പേർ MDMA-യുമായി പിടിയിൽ. ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം നടത്തുന്നതിനിടെയാണ് പ്രതികളെ പിടികൂടിയത്. 490 മില്ലിഗ്രാം MDMA-യും ടെസ്റ്റ് ട്യൂബുകളും ലാബുകളും പിടികൂടി. പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് വരികയായിരുന്നു. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു. ലീഗിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? പെൺകുട്ടികളും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയതിനു ശേഷം ഇവർ ഈ കേസിലെ മറ്റ് 2 പ്രതികളായ മട്ടന്നൂർ മരുതായി സ്വദേശി മുഹമ്മദ് ഷംനാദ്, വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷീൽ എന്നിവർക്കൊപ്പം ലോഡ്ജിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇന്നലെ രാത്രി പിടിയിലാകുന്നത് വരെ ലോഡ്ജിൽ താമസിച്ച് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുകയായിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ 4 പേർ പിടിയിലായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഷംനാദ്, മുഹമ്മദ് ജംഷിൽ എന്നിവർക്കൊപ്പം ഇരിക്കൂർ സ്വദേശിനിയായ റഫീന, കണ്ണൂർ സ്വദേശിനിയായ ജസീന എന്നിവരെയാണ് പറശ്ശിനി കോൾമൊട്ടയിലെ ലോഡ്ജിൽ നിന്ന് എക്സൈസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 490 മില്ലിഗ്രാം MDMA-യും ഈ MDMA ഉപയോഗിക്കുന്നതിനായി കരുതിയ ടെസ്റ്റ് ട്യൂബുകൾ, ഒപ്പം തന്നെ ലാമ്പുകൾ എന്നിവ പിടികൂടിയിട്ടുണ്ട്. ഈ യുവതികൾ വീടുകളിൽ നിന്ന് ഇറങ്ങിയത് പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു. ഇതിനിടയിൽ വീട്ടുകാർ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും ഇവർ 2 പേരും പരസ്പരം ഫോൺ എടുത്തതിന് ശേഷം ഫോൺ കൈമാറി സുഹൃത്തിന്റെ കൂടെ തന്നെയാണ് ഉള്ളത് എന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇവരെ പിടികൂടി എക്സൈസ് സംഘം വീടുകളിലേക്ക് വിളിച്ചപ്പോൾ മാത്രമാണ് ഇവരുടെ വീട്ടിലുള്ളവർ ഇത്തരത്തിലായിരുന്നു ഇവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിഖിൽ, അതായത് ഈ ടെസ്റ്റ് ട്യൂബുകളിലേക്ക് MDMA ഇട്ട് അത് ചൂടാക്കി ഉരുക്കി ഉപയോഗിക്കുക, അങ്ങനെയാണ് ഇവരുടെ രീതി? ഏതായാലും എന്താണ് ഇക്കാര്യത്തിൽ ഇവർ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. പക്ഷേ എക്സൈസ് സംഘം പറയുന്നത് ഇവർ ഇത് ഉപയോഗിക്കുന്നതിനുൾപ്പെടെയാണ് ഇത്തരത്തിലുള്ള സാമഗ്രികൾ കയ്യിൽ കരുതിയിരുന്നത്. മാത്രമല്ല പല ലോഡ്ജുകളിൽ മാറി മാറി താമസിച്ചാണ് ഇവർ ഇത് ഉപയോഗിച്ചിരുന്നത് എന്നാണ് എക്സൈസ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കണം ഈ ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും ഇവർ കയ്യിൽ കരുതിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വളരെ വ്യക്തമാണ്. നിഖിൽ ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ ആണ് 490 ഗ്രാം MDMA-യുമായി 2 യുവതികളും 2 യുവാക്കളും പിടിയിലായത്.